മൂന്നാം LDF സർക്കാരിന്റെ ഭാഗമാകാനുള്ള പോരാളികളെ ഓരോരുത്തരെയായി സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് CPIM. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 ടേം വ്യവസ്ഥ നിർബന്ധമാക്കിയിരുന്നെങ്കിലും ഇത്തവണ അതിൽ ഇളവ് വരുത്തിയതോടെ ഇപ്പോൾ മന്ത്രിസഭയിലുള്ള പലരും വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇടതുമുന്നണിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ച് പുറത്തുവരുന്ന വാർത്തകൾ മറ്റു മുന്നണികൾ വളരെ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. കാരണം ഇടതുമുന്നണിയുടെ നീക്കങ്ങൾ അനുസരിച്ച് മാത്രമാകും മറ്റു പാർട്ടിക്കാരും തീരുമാനങ്ങൾ എടുക്കുക. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ാം തവണയും മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ആറന്മുളയിൽ നിന്ന് വീണ ജോർജും കോന്നിയിൽ നിന്ന് KU ജനീഷ് കുമാറും വീണ്ടും മത്സരിക്കുമെന്ന വ്യക്തമായ സൂചന നൽകിയിരിക്കുകയാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ആളാണ് വീണ ജോർജ് എന്നും കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ നിന്നാലും വിജയം ഉറപ്പാണെന്നുമാണ് രാജു എബ്രഹാം പറയുന്നത്. വീണ ജോർജിനെ കൂടാതെ സീറ്റ് ഉറപ്പായ ജനീഷ് കുമാർ കോന്നിയുടെ വികസന നായകനാണ്. അദ്ദേഹം വീണ്ടും മത്സരിക്കണമെന്നത് ജനങ്ങളാണ് ആഗ്രഹിക്കുന്നതെന്നതും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിൽ ചെറുതായി ഒന്ന് കൈപൊള്ളിയിരിക്കുന്ന CPIM മണ്ഡലം കൈവിട്ടു പോകാതിരിക്കാനാണ് പരിചയസമ്പന്നരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ വീണ ജോർജ്, TP രാമകൃഷ്ണൻ, KK ശൈലജ എന്നിവരും മത്സരിപ്പിക്കാനാണ് ആലോചന. പിണറായി വിജയൻ ധർമ്മടത്ത് തന്നെ മത്സരിക്കാനിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം വീണ ജോർജ് മത്സരരംഗത്തിറങ്ങുമെന്ന വാർത്തകൾ വന്നതിനു പിന്നാലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ പിടിപ്പുകേടുകൾ ഉയർത്തിക്കാട്ടിയുള്ള നെഗറ്റീവ് ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഇത്രയും കാലത്തിനിടയ്ക്ക് ആരോഗ്യമേഖല വളരെയധികം അധപ്പതിച്ച 5 വർഷങ്ങളാണ് കഴിഞ്ഞു പോയതെന്ന തരത്തിലുള്ള സംസാരങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ ആരോപണങ്ങളുടെ കെട്ടഴിക്കുമ്പോഴും ആരോഗ്യ വകുപ്പ് കൊണ്ടുവന്ന പദ്ധതികളും നേട്ടങ്ങളും കാണാതെ പോകരുത്. കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ 2026 വരെയുള്ള കാലയളവിൽ കൈവരിച്ച പ്രധാന നേട്ടങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കാം. ഡിജിറ്റലൈസേഷൻ. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി 900-ലധികം ആശുപത്രികളിൽ ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കി. ഓഫീസ് സംവിധാനവും ഡിജിറ്റൽ ഹെൽത്ത് റെക്കോർഡും വ്യാപകമാക്കി. ആർദ്രം മിഷൻ ഫേസ് 2. ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുന്നതിനായി 30 വയസ്സിന് മുകളിലുള്ള 1.5 കോടിയിലധികം ആളുകളെ വീട്ടിലെത്തി പരിശോധിച്ചു. 885 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് 630 എണ്ണം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 42.2 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കി. ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായം ഈ പദ്ധതിയിലൂടെ ലഭ്യമാകുന്നു. അർബുദ നിയന്ത്രണ പദ്ധതി. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാമ്പയിനിലൂടെ 20 ലക്ഷത്തിലധികം ആളുകളെ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാക്കി. മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ ആധുനിക ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. മാതൃശിശു ആരോഗ്യം. ശിശുമരണ നിരക്ക് ഗണ്യമായി കുറച്ച് 5-ലെത്തിച്ചു. മാതൃയാനം പദ്ധതിയിലൂടെ പ്രസവത്തിന് ശേഷം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലെത്താൻ വാഹനം ഉറപ്പാക്കി. ഹൃദ്യം പദ്ധതിയിലൂടെ 8450-ലധികം കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നൽകി. ആയുഷ് മേഖലയുടെ വികസനം. ആയുഷ് മിഷൻ ഫണ്ട് 23 കോടിയിൽ നിന്ന് 210 കോടിയായി വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തുടനീളം 46 പുതിയ ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ ആരംഭിക്കുകയും അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയും ചെയ്തു. ആധുനിക സൗകര്യങ്ങൾ. സർക്കാർ ആശുപത്രികളിൽ റോബോട്ടിക് സർജറി, ഗേറ്റർ സിസ്റ്റം, റോബോട്ടിക് ഫിസിയോതെറാപ്പി തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ അവതരിപ്പിച്ചു. വിഷൻ 2031. 2031ഓടെ എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന കേരള ഹെൽത്ത് സെക്ടർ വിഷൻ 2031 എന്ന നയരേഖ പുറത്തിറക്കി. ഇതൊക്കെ ആരോഗ്യ വകുപ്പിന്റെ നേട്ടങ്ങളാണ്. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തിനായി ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ആളുകൾ വീണ ജോർജിന്റെ പരാജയമാണ് വിധിക്കുന്നത്. എന്നാൽ ആറന്മുളയിൽ വീണ ജോർജിനുള്ള സാമുദായിക പിന്തുണ കണ്ടില്ലെന്ന് നടിക്കാനും സാധിക്കില്ല. ഓർത്തഡോക്സ് സഭയുടെ ശക്തമായ പിന്തുണ വീണ ജോർജിന് ആറന്മുളയിൽ ലഭിക്കുമെന്ന കാര്യം സംഘടനാ നേതൃത്വത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് മുൻപിൻ ആലോചിക്കാതെ ആറന്മുള സീറ്റ് വീണ ജോർജിന് തന്നെ നൽകിയത്. സഭയുടെ പിന്തുണ വോട്ടായി മാറിയാൽ ആറന്മുളയിലൂടെ വീണ ജോർജ് പാട്ടും പാടി നിയമസഭയിലെത്തും.